ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പങ്കാളിത്തം ഉറപ്പാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച. യുക്രൈനിലും ഗസയിലും സമാധാനം ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും പരിശ്രമിക്കുമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം നാവികസേനാ കേന്ദ്രം അമേരിക്ക തിരിച്ചുപിടിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുന്ന കാര്യം ആലോചിക്കാമെന്നാണ് സ്റ്റാമർ വ്യക്തമാക്കിയത്. അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമസേനാ താവളം തിരിച്ചുപിടിക്കുമെന്ന വൻ പ്രഖ്യാപനമാണ് കിയർ സ്റ്റാർമറുമായി ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് നടത്തിയത്. ബഗ്രാമിന് അടുത്തുവെച്ചാണ് ചൈന ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതെന്ന് പരാമർശിച്ചായിരുന്നു ഈ പ്രഖ്യാപനം. ഗസയിലും യുക്രൈനിലും സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും പരിശ്രമിക്കുമെന്ന് പറഞ്ഞ നേതാക്കൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുന്ന കാര്യം പരിശോധിക്കണമെന്ന് കിയർ സ്റ്റാർമർ പറഞ്ഞു. ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് നേരത്തെ സ്റ്റാർമർ പറഞ്ഞിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആണവ ഊർജ്ജം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു. തന്റെ സന്ദർശനം ബ്രിട്ടനിൽ 258 ബില്യൺ പൗണ്ടിന്റെ നിക്ഷേപം ഉറപ്പാക്കിയെന്ന് ട്രംപ് അവകാശപ്പെട്ടു. സ്റ്റാർമറുടെ വസതിയായ ചെക്കേഴ്സിലായിരുന്നു കൂടിക്കാഴ്ച. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ മധ്യ ലണ്ടനിൽ പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.